സംസ്ഥാന സർക്കാർ ഓണാഘോഷ പരിപാടികൾ വേണ്ടെന്ന് വെച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഒരു കർഷകൻ. പെരുമ്പാവൂർ ഒക്കൽ പഞ്ചായത്തിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് ചെണ്ടുമല്ലി കൃഷി നടത്തിയ ജോബി ജോർജ് എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ പൂക്കളെല്ലാം വിടർന്നു നിൽക്കുന്നുണ്ടെങ്കിലും ഇത് വാങ്ങാൻ ആളില്ലാത്തതാണ് ഇദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. കാർഷിക വൃത്തി മാത്രം ഉപജീവനമാക്കിയ തന്റെ ഈ ദുരവസ്ഥ തിരിച്ചറിഞ്ഞ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് ജോബിയുടെ ആവശ്യം. പൂക്കളെല്ലാം കൃത്യസമയത്ത് തന്നെ വിരിഞ്ഞു. സർക്കാർ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചതോടെ സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ചെണ്ടുമല്ലിപ്പൂക്കൾ തേടിയുള്ള ആളുകളുടെ വരവ് കുറയും. കൂടാതെ ഓണത്തിന് ഇനിയും 2 ആഴ്ച കൂടി കാത്തിരിക്കേണ്ടതിനാൽ ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതിനാൽ ഇത്തവണത്തെ പൂക്കൃഷി വലിയ നഷ്ടത്തിൽ കലാശിക്കുമോ എന്ന ഭയത്തിലാണ് ജോബിയെ പോലുള്ള കർഷകർ. പെരുമ്പാവൂർ ഒക്കൽ പഞ്ചായത്തിൽ 65 സെന്റ് സ്ഥലം പാട്ടത്തിനെടുത്താണ് ജോബി ജോർജ് കൃഷി ഇറക്കിയത്. ഇത് 2ാം തവണയാണ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്തുകൾ ഉപയോഗിച്ച് ഇദ്ദേഹം ചെണ്ടുമല്ലിപ്പൂ കൃഷി നടത്തുന്നത്. ഒക്കൽ കൃഷിഭവന്റെ സഹകരണത്തോടുകൂടിയാണ് ജോബിയുടെ കൃഷികൾ. കാർഷിക വൃത്തി മാത്രം ഉപജീവനമാക്കിയ ഈ കർഷകന്റെ തോട്ടത്തിൽ വാഴ, കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ അതിഥി തൊഴിലാളികൾക്ക് ആവശ്യമായ മറ്റ് പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത്തവണ പൂക്കൃഷി നഷ്ടമായാൽ ഇത് ഉപേക്ഷിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം. അതിനാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് ജോബി എന്ന കർഷകന്റെ ആവശ്യം. ഓണം പ്രതീക്ഷിച്ചാണ് നമ്മളിത് കൃഷി ചെയ്തത്. പക്ഷെ ഓണം ഇതാണ് വൈകി ആയതാണ്. പിന്നെ അതേപോലെ സർക്കാരിന്റെ ഓരോ നയങ്ങൾ കാരണം കൊണ്ട് ഈ വർഷം ഓണാഘോഷം ഇല്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഇത് തുറന്ന് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല. സർക്കാർ മറ്റെല്ലാ പരിപാടികളും നടത്തുന്നതോടൊപ്പം ഓണാഘോഷം വേണ്ടതിൽ നടത്തി ഞങ്ങളെ പോലുള്ള എല്ലാ രീതിയിലുള്ള കർഷകരെയും സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,